ഹായ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാറ്റഗറി നമ്പർ 53/22 10th പ്രിലിമിനറിയുടെ ഒന്നാം ഘട്ടത്തിലെ ചോദ്യപേപ്പറിന്റെ 21 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിരുന്നു. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്. ആൻസർ ഓപ്ഷൻ സി 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ആദ്യ സമ്മേളനം 46 ഡിസംബർ 9. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 207. വനിതകളോ? ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 9 പേരാണ്. എത്ര വനിതകളാണ്? 9 വനിതകൾ. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? JB കൃപലാനി. ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. സ്ഥിരാധ്യക്ഷനാരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരാധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നാണ്? 1946 ഡിസംബർ 11. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ HC മുഖർജി. ഉപാധ്യക്ഷന്മാരായിരുന്നു ആരൊക്കെ? HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ആരൊക്കെയായിരുന്നു? HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഇനി 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? 1946 ഡിസംബർ 13. ഈ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജനുവരി 22. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജനുവരി 22. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. വിദ്യാഭ്യാസ അവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. 3. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. 4. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. ഇവിടെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാ? 2002 82 ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് 1986. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് എന്നാണ്? 1986. വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാ? കൺകറന്റ് ലിസ്റ്റ് ആണ്. വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ആണ്. ഈ കൺകറന്റ് ലിസ്റ്റ് ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാന്ന് ചോദിച്ചാല് 1976 42 ഭേദഗതിയാണ്. 1976 42 ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാ? വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 എന്നാണ്? 2010 ഏപ്രിൽ 1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014
കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരിയാണ് ആര്? മലാല യൂസഫ്സായി. ആൻസർ ഓപ്ഷൻ ഡി, മലാല യൂസഫ്സായി. ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ പുരസ്കാര ജേതാവാണ് മലാല യൂസഫ്സായി. ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ പുരസ്കാര ജേതാവാണ് മലാല യൂസഫ്സായി. നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാ? നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസയാണ്. മദർ തെരേസയ്ക്ക് നൊബേൽ സമ്മാനം ലഭിക്കുന്ന വർഷം 1980. എന്നാൽ മദർ തെരേസയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത് 1980. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാ? ഇന്ത്യൻ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. എത്രയാണ്? 3:2. ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് പതാക നിർമ്മിക്കുന്നത് കർണാടക ഖാദി ഗ്രാമോദയ സംയുക്ത സംഘമാണ്. ആരാണ്? കർണാടകയിലെ ഖാദി ഗ്രാമോദയ സംയുക്ത സംഘമാണ് ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് പതാക നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26-നാണ്. എന്നാണ് 2002 ജനുവരി 26-ന്. ഈ ത്രിവർണ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാ? ഇന്ത്യയുടെ ത്രിവർണ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22-ന്. 1947 ജൂലൈ 22-ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? മൗലിക കടമകള് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? ആൻസർ ഓപ്ഷൻ സി, 42. 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് മൗലിക കടമകള് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തത്. നിലവിൽ ഇന്ത്യയിൽ എത്ര മൗലിക കടമകളാണ് ഉള്ളത്? 11. നിലവില് 11 മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 51. ആർട്ടിക്കിൾ 51A മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാ? അത് റഷ്യയിൽ നിന്ന് അഥവാ USSRൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഏത് കൃതിയിൽ നിന്നാ? ആനന്ദമഠം. ഓപ്ഷൻ ബി, ആനന്ദമഠം. സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തില് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തില് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. 1882-ലാണ് രചിക്കുന്നത്. ഈ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാ? വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാല് 1896-ലെ കൊൽക്കത്ത സമ്മേളനമാണ്. 1896-ലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിക്കുന്നത്. ഈ 1896-ലെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് റഹ്മത്തുള്ള സയാനി. ആരാണ്? റഹ്മത്തുള്ള സയാനി ആയിരുന്നു കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചതാരാ? രവീന്ദ്രനാഥ ടാഗോർ. ഈ വന്ദേ മാതരം ആലപിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം 65 സെക്കൻഡ്. 65 സെക്കൻഡാണ് വന്ദേ മാതരം ആലപിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. സംഗീതം നൽകിയത് ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യ.
വന്ദേ മാതരത്തെ ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. വന്ദേ മാതരം ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കുന്നത് എന്നാണ്? 1950 ജനുവരി 24-ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ അയിത്ത നിർമാർജനം. ആൻസർ ഓപ്ഷൻ ബി, അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 17 ഈ അയിത്ത നിർമാർജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 17. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ആൻസർ ഓപ്ഷൻ എ, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന എന്നാ? 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. എന്താണ്? ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ പട്ടേൽ ഭവൻ. എവിടെയാണ്? ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ പട്ടേൽ ഭവൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തിയും മലയാളിയായ KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ചതാരാണ്? മലയാളിയായ KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത ആരാ? അംഗമായതാണ്, അധ്യക്ഷ പദവിയല്ല. അംഗമായ ആദ്യ മലയാളി വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീബിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി വനിത. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. ആൻസർ ഓപ്ഷൻ സി, 2005. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15-നാണ്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15-ന്. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-ന്. നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12-ന്. ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? സ്വീഡൻ. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമം. ഈ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമിയാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി ഏതാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിന് കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിന് കാരണമായ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. സ്ഥാപക അരുണ റോയ് ആണ്. അതിന്റെ സ്ഥാപക ആരാണ്? അരുണ റോയ്. ഇതിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് രാജസ്ഥാൻ ആയിരുന്നു. പ്രവർത്തന മേഖല ഏതായിരുന്നു? രാജസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികള്. ആൻസർ ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്. ചട്ടമ്പി സ്വാമി ജനിക്കുന്നത് എവിടെയാണ്? കൊല്ലൂരാണ്. കൊല്ലൂര് കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മം. 1853 ആഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് എന്നാണ്. 1853 ആഗസ്റ്റ് 25-ന്.
ഈ ആഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ആഗസ്റ്റ് 25 എന്തായിട്ടാണ് ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനമായിട്ട്. ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത ഛേദനം എന്നീ കൃതികളൊക്കെ രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത ഛേദനം എന്ന കൃതികളൊക്കെ രചിച്ചാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമമായിരുന്നു എന്ത്? കുഞ്ഞൻപിള്ള. ഇദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. ആരാണ് ആദ്യകാല ഗുരു? പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികളെ സന്യാസവൃത്തി സ്വീകരിക്കുന്നതിൽ പ്രേരിപ്പിച്ച വ്യക്തി സുബജട പാടികളാണ്. ഇദ്ദേഹത്തിനെ സന്യാസവൃത്തി സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച ആരാണ്? സുബജട പാടികള്. സന്യാസം സ്വീകരിച്ച ശേഷം ചട്ടമ്പി സ്വാമി സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ. സന്യാസം സ്വീകരിച്ച ശേഷം ചട്ടമ്പി സ്വാമി സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ. ചട്ടമ്പി സ്വാമിയോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ഏതാണ്? നവമഞ്ജരി. ചട്ടമ്പി സ്വാമിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്മന, കൊല്ലം ജില്ലയില്. മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമിയുടെ കൃതി ഏതാണെന്നറിയാവോ? അത് ആദിഭാഷ. മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് ആദിഭാഷ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യൻകാളി. ആരാണ്? അയ്യൻകാളി. ആൻസർ ഓപ്ഷൻ സി. കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നതറിയപ്പെടും 1915 നടക്കുന്നത്. കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള നടന്ന വർഷം ഏതാണ്? 1915. അതുപോലെ പുലയ ലഹള അഥവാ ഊരൂട്ടമ്പലം ലഹള നടന്നതും 1915. പുലയ ലഹള അഥവാ ഊരൂട്ടമ്പലം ലഹള നടന്നതും 1915. അയ്യൻകാളി ജനിച്ച സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയില് വെങ്ങാനൂരിലാണ് അയ്യൻകാളി ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരില്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യൻകാളിയാണ് 1907. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യൻകാളിയാണ്. വർഷം 1907. 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായിട്ട് മാറി. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായിട്ട് മാറിയ വർഷം ഏതാണ്? 1938. ഈ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. ഇതിന്റെ മുഖപത്രം ഏതാണ്? സാധുജന പരിപാലിനി. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്കിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അയ്യൻകാളി. തിരുവിതാംകൂറില് കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്കിന് നേതൃത്വം നൽകിയത് അയ്യൻകാളിയാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി നേതാവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യൻകാളി. ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി നേതാവായിട്ട് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് അയ്യൻകാളി. അയ്യൻകാളിയെ ഗാന്ധിജി സന്ദർശിച്ചത് എന്നാണെന്നറിയാവോ? അയ്യൻകാളിയെ ഗാന്ധിജി സന്ദർശിക്കുന്നത് 1937. എന്നാണ്? 1937. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. 1936 ഇലക്ട്രിസിറ്റി സമരം, വൈദ്യുതി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂര്. ആൻസർ ഓപ്ഷൻ എ, തൃശ്ശൂര്. ദിവാൻ ഷൺമുഖൻ ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിക്ക് നൽകിയതിനെതിരെ നടന്ന സമരമാണ് വൈദ്യുതി സമരം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം. ഈ വൈദ്യുത സമരത്തിന് നേതൃത്വം നൽകിയവരാരൊക്കെയായിരുന്നു? ഇക്കണ്ട വാര്യര്, ഇ ഉണ്ണി, AR മേനോൻ. ആരൊക്കെയാണ്? ഇക്കണ്ട വാര്യർ, ഇ ഉണ്ണി, AR മേനോൻ. കേരളത്തിലെ ജനകീയ സമരങ്ങളിൽ ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരമാണ് ഈ വൈദ്യുതി പ്രക്ഷോഭം. കേരളത്തിലെ ജനകീയ സമരങ്ങളിൽ ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരം ഏതാണ്? ഇലക്ട്രിസിറ്റി സമരം അഥവാ വൈദ്യുതി സമരം 1936 തൃശ്ശൂരിൽ നടന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം.
സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം. ആൻസർ ഓപ്ഷൻ എ, അരുവിപ്പുറം. 1856 ആഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. 1856 ആഗസ്റ്റ് 20. ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തി. ജനിച്ചത് ചെമ്പഴന്തിയില്. ഗുരുവിന്റെ വീട്ടുപേരാണ് വയൽവാരം വീട്. ശ്രീനാരായണ ഗുരുവിന്റെ വീട്ടുപേര് വയൽവാരം വീട്. കേരള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. എന്താണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീനാരായണ ഗുരു. ഓരോ ക്ഷേത്രങ്ങളോടൊപ്പം പള്ളിക്കൂടം വേണമെന്ന് ഉദ്ഘോഷിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ഓരോ ക്ഷേത്രങ്ങളോടുമൊപ്പം പള്ളിക്കൂടം വേണമെന്ന് ഉദ്ഘോഷിച്ചതാരാണ്? ശ്രീനാരായണ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായ മേഖല. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖലയാണ് ഏത്? മലബാർ. ആൻസർ ഓപ്ഷൻ സി, മലബാർ. കേരളത്തിനെ മലബാർ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാ? അൽബറൂണി. ആരാണ്? അൽബറൂണിയാണ് കേരളത്തിനെ മലബാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. തിരുവിതാംകൂർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായ സന്ധി ഏതാണെന്നറിയാവോ? തിരുവിതാംകൂർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത് 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് തിരുവിതാംകൂർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പയ്യന്നൂര്. ആൻസർ ഓപ്ഷൻ എ, പയ്യന്നൂര്. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാ? കെ കേളപ്പൻ. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ കേരള ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. കെ കേളപ്പൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കേരള ഗാന്ധി എന്ന്. കേരളത്തിലെ ഈ ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിക്കുന്നത് 1930 ഏപ്രിൽ 13. പങ്കെടുത്തവരുടെ എണ്ണം 32. കേരളത്തില് ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. 32 പേരാണ് പങ്കെടുത്തത്. ഈ ഉപ്പു സത്യാഗ്രഹ ജാഥ പയ്യന്നൂരിലെത്തിയത് 1930 ഏപ്രിൽ 21. ഏപ്രിൽ 13 ആരംഭിച്ചു, ഏപ്രിൽ 21 പയ്യന്നൂരിലെത്തി. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂർ അറിയപ്പെടുന്നത് എന്താണ്? രണ്ടാം ബർദോളി. കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനായിരുന്നു. ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണ് മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് ഗാനം ഏതായിരുന്നു? അംശി നാരായണപിള്ള രചിച്ച വരിക വരിക സഹചരെ. ഏതാണ്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് ഗാനം ഏതാണ്? അംശി നാരായണപിള്ള രചിച്ച വരിക വരിക സഹചരെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 37ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവാണ് ആര്? മന്നത്ത് പത്മനാഭൻ. ആൻസർ ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത സമരമാണ് എന്ത്? വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 ആരംഭിക്കുന്നത്. എന്നാണ്? 1924 മാർച്ച് 30. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. അവസാനിക്കുന്നത് എന്നാണ്? 1925 നവംബർ 23. 603 ദിവസമാണ് ഇത് നീണ്ടുനിന്നത്. എത്ര ദിവസമാണ്? 603 ദിവസം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ ആരൊക്കെയാണ്? ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ,
KP കേശവമേനോൻ. ആരൊക്കെയാണ് പ്രധാന നേതാക്കള്? TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാള്. അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിഭായി ആയിരുന്നു. ആരംഭിക്കുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂർ രാജാവായിരുന്നത്? അത് ശ്രീമൂലം തിരുനാളും. അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിഭായിയുമായിരുന്നു. ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് 3 യുവാക്കളിലൂടെയാണ്. അതാരൊക്കെയാണെന്നറിയാവോ? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കര്. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. സി. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. 1859 ചാന്നാർ ലഹള നടക്കുന്നത്. 1859 ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായിട്ട് നടന്ന സമരമാണ് ചാന്നാർ ലഹള. ഈ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചതാരാ? അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1859 ജൂലൈ 26 വിളംബരം പുറപ്പെടുവിക്കുന്നത്. 1859 ജൂലൈ 26. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 39ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ്. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവാണ് രാമനമ്പി. ആൻസർ ഓപ്ഷൻ ഡി, രാമനമ്പി. എന്നാണ് കുറിച്യ കലാപം നടക്കുന്നത്? 1812. നേതൃത്വം നൽകിയത് രാമനമ്പി. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യമായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. എന്തായിരുന്നു അതിന്റെ മുദ്രാവാക്യം? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യ ഗിരിവർഗ കലാപമാണ് കുറിച്യർ കലാപം. ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യ ഗിരിവർഗ കലാപമാണ് ഏത്? 1812 കുറിച്യർ കലാപം. കുറിച്യർ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പര്. ആരാണ്? കുറിച്യർ കലാപത്തില് കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പർ. ഈ കുറിച്യർ കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8. 1812 മെയ് 8 ഈ കലാപം അടിച്ചമർത്തുന്നത്. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബർ ആണ്. ആരാണ്? TH ബേബർ. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് TH ബേബർ. അപ്പൊ നമ്മളിന്ന് 21 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.